ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് 2 ഈവൻറ്റ്സ് ഉണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രനേഴ്സ് മീറ്റാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് വർക്ക്ഷോപ്പാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ളതുപോലെ പ്ലാനിങ് ഒക്കെ തെറ്റിയിട്ട് അവസാനം ഞാൻ ഷഡപ്പ് ഒരു ഓട്ടോ എടുത്തിട്ട് ഈ ഒരു ഓൺട്രപ്രനേഴ്സ് മീറ്റിന് പോകേണ്ടി വന്നു. അവിടെ കുറേ ഓൺട്രപ്രനേഴ്സ് ഉണ്ടായിരുന്നു. വിമൻ ഓൺട്രപ്രനേഴ്സാണ്. ഓരോരുത്തരും അവരുടെ ബിസിനസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കേക്ക്സും പിന്നെ ഒരുപാട് ഗുഡീസും. അപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെന്യൂലേക്ക് എത്തി. ഇതൊരു 7th ഫ്ലോറിലാണ് ഈ വെന്യൂവിൻ്റെ നമ്മുടെ കാർ പാർക്കിംഗ് വരുന്നത്. ഈ ഒരു അടിപൊളി വ്യൂവിലാണ് നമ്മൾ അന്ന് ഇറങ്ങുന്നത് തന്നെ. സോ ഫുൾ ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കമ്പനിയിലോട്ട് കയറിയിട്ട് നമുക്ക് ഒരു വർക്ക്ഷോപ്പിൻ്റെ സെറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എംപ്ലോയീസ് ഒക്കെ ഓൾറെഡി കുറച്ച് ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടൊരു ലാസ്റ്റ് സെഷനായിരുന്നു എൻ്റെ ഒരു ആർട്ട് വർക്ക്ഷോപ്പ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആർട്ട് വർക്ക്ഷോപ്പിൽ ഞാൻ ചെയ്തത് ടിഷ്യൂ പേപ്പർ ടെക്സ്ചർ ആർട്ടാണ്. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു കമ്പനിയിൽ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്തത് റെസിൻ ആർട്ട് വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ആർട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ക്രൗഡ് മിക്സ്ഡ് ക്രൗഡായിരുന്നു. ലേഡീസ് ഉണ്ടായിരുന്നു, മെൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആയിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതും ഫുൾ ടെക്നീക്സ് പഠിച്ചതും. അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ ഐഡിയാസ് വെച്ചിട്ടായിരുന്നു ആ ഒരു ബേസ് ഡ്രോയിങ്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ടിഷ്യൂ പേപ്പർ ആർട്ട് വർക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ, ഇതുപോലത്തെ ബാറ്റ്മാൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ വേറെ ഒരു അയോധ്യ തീമിലൊരു ബേസും അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഡെയിലി വർക്കിൻ്റെ ഒരു റുട്ടീനിൽ നിന്ന് മാറിയിട്ട് സ്ക്രീൻ ഫ്രീ ആയിട്ട് കയ്യിലൊക്കെ ഫുൾ മെസ്സി ആയിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് വൈൻഡപ്പൊക്കെ ചെയ്ത് ബാക്കിയെല്ലാം പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിനൊരു കുറച്ച് ഔട്ട്പുട്ട്സ്. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ പേരൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ പിന്നെയും നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിലോട്ട് വരുമ്പോൾ സെയിം വ്യൂ ആൻഡ് അതേപോലത്തെ ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഈവനിങ് ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ ഓൺ ദ വേ മഴ ചതിച്ചു. അപ്പോൾ കഷ്ടപ്പെട്ട് ഈ ബാംഗ്ലൂരിലെ ഭയങ്കര ഹെവി ട്രാഫിക്കും മഴയൊക്കെ സഹിച്ച് ഒരുപാട് ലേറ്റായിട്ട് ഞാൻ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. സോ ഇതുപോലെ വേറൊരു വ്ളോഗിൽ വീണ്ടും കാണാം. താങ്ക്